ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ ഒതുക്കാനൊന്നും അമിത്ഷാ വിചാരിച്ചാൽ നടക്കില്ല. അമിത്ഷാ എന്നല്ല, സാക്ഷാൽ മോദി വിചാരിച്ചാലും ഒരു രീതിയിലും അത് വിജയിക്കില്ല എന്ന് വ്യക്തമാക്കി കൊടുക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ മൗനം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം എന്നത് ഏതൊരു പൗരൻ്റെയും അവകാശമാണ്. ആ സ്വാതന്ത്ര്യ ദിനം ആഘോഷപൂർവ്വം കൊണ്ടാടേണ്ടത് ഓരോ ഇന്ത്യക്കാരൻ്റെയും കടമയുമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ പതാക ഉയർത്തുന്ന ചടങ്ങിൽ രാഹുൽ ഗാന്ധിയെ അവഹേളിച്ച ആ ഒരു രീതി, അത് കൃത്യമായും അമിത്ഷായുടെ ആസൂത്രണം തന്നെയാണ് എന്ന് പല കോൺഗ്രസ് നേതാക്കളും പറയുന്നുണ്ട്. അമിത്ഷായ്ക്കാണ് രാഹുൽ ഗാന്ധിയോട് ഇത്രയധികം കലി. അമിത്ഷായുടെ മാനസപുത്രിയായ സ്മൃതി ഇറാനിക്കും വലിയ കലിപ്പാണ്. എന്നാൽ ഇവരുടെയൊക്കെ കലിപ്പ് തീർത്തു കൊടുക്കാൻ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ തീരുമാനം. അമിത്ഷായും അതുപോലെ മന്ത്രിസഭയിൽ നേരത്തെ ഉണ്ടായിരുന്ന അനുരാഗ് ഠാക്കൂർ ഒന്നും വിചാരിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ രോമത്തിൽ പോലും തൊടാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യമാണ്. അദ്ദേഹത്തിനെ നിരവധിയായ സാഹചര്യങ്ങളിൽ ഇ ഡി അന്വേഷണം നടത്തി. ഇ ഡി ഉദ്യോഗസ്ഥർ തലങ്ങും വിലങ്ങും അദ്ദേഹത്തിനെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. അദ്ദേഹത്തിനെ നാഷണൽ ഹെറാൾഡ് വിഷയത്തിൽ കുടുക്കാൻ തന്നെ തീരുമാനിച്ച് പ്രത്യേകമായ സ്ക്രിപ്റ്റഡ് പ്ലാനോട് കൂടിയായിരുന്നു അവർ വന്നിരുന്നത്. ഒടുവിൽ അവർക്ക് മുട്ടുകുത്തേണ്ടി വന്നു. ഇപ്പോഴും രാഹുൽ ഗാന്ധി അജയ്യനായി തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ ബംഗ്ലാവും അദ്ദേഹത്തിൻ്റെ വസതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്ന സാഹചര്യത്തിലും അദ്ദേഹം അവരോടൊന്നും തട്ടിക്കേറിയില്ല. ഒടുവിൽ കാലം അദ്ദേഹത്തിന് ഇതെല്ലാം തിരികെ കൊടുപ്പിക്കേണ്ടി വന്ന, അതായത് മന്ത്രിസഭ തന്നെ തീരുമാനമെടുത്ത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതി തിരികെ കൊടുക്കേണ്ട സാഹചര്യം, കൂടുതൽ ശക്തനായി ക്യാബിനറ്റ് റാങ്കോടുകൂടി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായി മാറുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് അദ്ദേഹത്തിനെ ജനങ്ങൾ കൊണ്ടെത്തിച്ചു. അമേഠിയിൽ അദ്ദേഹം കഴിഞ്ഞ തവണ പരാജയപ്പെട്ടപ്പോൾ ആർത്തുല്ലസിച്ച് കളിയാക്കി നടന്ന സ്മൃതി ഇറാനിയെ 1,70,75,000 വോട്ടുകൾക്ക് കെട്ടുകെട്ടിച്ചു എന്ന് മാത്രമല്ല, 4 ലക്ഷം വോട്ടുകൾക്ക് റായ്ബറേലി നിലനിർത്തുന്ന ഒരു സാഹചര്യം കൂടി വന്നു. കൃത്യമായും രാഹുൽ ഗാന്ധി ഒരു കാര്യം വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്: നിങ്ങൾക്ക് ഈ ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എത്രത്തോളം കൃത്രിമത്വം നടത്താമെന്നത് അദാനിയുടെ നിഴൽ കമ്പനികളും സെബി ചെയർപേഴ്സണും കൂടി അങ്ങ് തീരുമാനിച്ചാൽ നടക്കുന്നതല്ല. ഇത് ജനസമക്ഷം കൃത്യമായി ഉത്തരം പറയിക്കും. മാധവി ബുച്ചിനെതിരെ അന്വേഷണം വന്നില്ലെങ്കിൽ തീർച്ചയായും ഐതിഹാസികമായ സമരം നടക്കും. ഓഗസ്റ്റ് 22-ാം തീയതി കണ്ടോളൂ പ്രതിപക്ഷത്തിൻ്റെ ശക്തി എന്താണെന്ന്. അന്ന് നിങ്ങൾ ശരിക്കും വിരളാൻ പോകുന്നതേ ഉള്ളൂ. കണക്കുകൾ തീർക്കുന്ന ദിവസമാണത്. ഒന്നും ബാക്കി വെക്കുന്ന ശീലമില്ല എന്ന് രാഹുൽ ഗാന്ധി ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ BJPയുടെ ചങ്കിടിക്കുകയാണ്, ചങ്കിടിപ്പ് വർദ്ധിച്ചു വരികയാണ്. അമിത്ഷായുടെ നെറികെട്ട രാഷ്ട്രീയത്തിനുള്ള അവസാനം കൂടിയായിരിക്കും ഇത് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്.